ഗൈസ്, ഇറ്റ്സ് മീ റബി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ലൂസിഫർ 2-ന്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്, അതായത് എമ്പുരാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടീസർ റിയാക്ഷൻ നമുക്ക് കാണാം. അത് ഇന്നലെ ഇറങ്ങി, പക്ഷേ ഞാൻ എത്ര തിരിച്ച് മറിച്ച് കണ്ടാലും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞാൽ അത്ര നന്നായിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ഇത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എത്ര പേർക്ക് അത് നോർമൽ ആവറേജ് ആയി തോന്നി പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം ടീച്ചർ. ഓക്കെ, അത് നമുക്ക് കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ഗോ. സെലക്ട് യുവർ നോർത്തേൺ ഇറാഖ്. നോർത്തേൺ ഇറാഖാണ്. ഡെത്ത് ടു ദ ഈവിൾ. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാനുള്ള പാർട്ട് 1-ലെ ഹെലികോപ്റ്റർ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. Mercenary group. This is super important. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi Abram Nexus in one place. This is our chance. എല്ലാം ഫോറിനിലാണോടാ? അതാ കുട്ടി. സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. അബ്രാം, ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. വീഡിയോ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ബോക്സിൽ പറയാം. ഓഫ്കോഴ്സ് എനിക്ക് ലാലേട്ടനെ കാണുമ്പോൾ എപ്പോഴും എനിക്കൊരു ഉന്മേഷവും ഒരു സന്തോഷമാണ്. അത് കാരണമാണ് എന്നൊക്കെ പറഞ്ഞത്. കാരണം ആൾ സ്ക്രീനിൽ വരുമ്പോഴും നേരിട്ട് വരുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലാൽ കണ്ണിന്ന് കൂടെ പറയാം. ഓക്കെ, അപ്പം അത് കാരണമാണ്. അപ്പോൾ അത്ര ഇത് ഒരുമാതിരി ക്ലാസിക് ആയിട്ടുണ്ട്. ലൂസിഫർ മൂവിൻ്റെ ടീച്ചർ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, നോർമലായിട്ടായിരുന്നു, പക്ഷെ പടം സൂപ്പറായിരുന്നു. ഭയങ്കര ക്ലാസിക് കൾട്ട് മൂവിയാണ് ലൂസിഫർ. ഇത് ലൂസിഫർ പാർട്ട് 2 എമ്പുരാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ത്രില്ലിങ്ങും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇത്. ഇറ്റ്സ് ജസ്റ്റ് എ ടീസർ. ഓക്കെ, സോ വി കാൺ ജഡ്ജ്, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ മൂവി നമുക്ക് വന്നിട്ട് കാണാം, കണ്ടിട്ട് നമുക്ക് ഞാൻ എന്തായാലും റിവ്യൂ ഇടാം. അപ്പോൾ എത്ര പേര് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ യുവർ റബി. അടുത്ത വീഡിയോയിൽ വരാം. Until then, bye guys, love you all.